ബൈജു സൂചിപ്പിച്ചതുപോലെ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടികളുടെയും യുവതികളുടെയും മൃതദേഹങ്ങൾ പുറംലോകമറിയാതെ കത്തിക്കാനും കുഴിച്ചു മൂടാനും താൻ നിർബന്ധിതനായിട്ടുണ്ടെന്നായിരുന്നു മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. അതായത് 1995 മുതൽ 2014 വരെയുള്ള കാലയളവിൽ ധർമ്മസ്ഥലയിലും സമീപ പ്രദേശങ്ങളിലും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി സ്ത്രീകളുടെ മൃതദേഹങ്ങൾ താൻ കത്തിച്ചതെന്നായിരുന്നു ഇയാൾ പോലീസിനോട് പറഞ്ഞത്. പിന്നീട് ആദ്യഘട്ടത്തിൽ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയില്ല. പിന്നീട് കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. അതിനുശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി അവിടെ പരിശോധന തുടരുന്നു. 3-ാം ദിവസമാണ് നിർണായക തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നത്. KP അഭിലാഷ് കൂടി ചേരുന്നുണ്ട്. അഭിലാഷ്, ഇവിടെ 13 പോയിന്റുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ സർക്കാർ ഭൂമിയുണ്ട്, വനഭൂമിയുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഈ 2 സ്ഥലങ്ങൾ, അതായത് സർക്കാർ ഭൂമിയിലും വനഭൂമിയിലുമാണ് നിലവിൽ 13 പോയിന്റുകൾ. അതുകൂടാതെ ഇയാൾ പറയുന്നതനുസരിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ അധീനതയിലുള്ള ഭൂമി, മറ്റ് സ്വകാര്യ വ്യക്തികളുടെ ഭൂമി, ഇവിടെയൊക്കെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലുണ്ട്. നിലവിൽ എങ്ങനെയാണ് ഈ അന്വേഷണം നടക്കുന്നത്? മാത്രമല്ല, ഇപ്പോൾ ഒരു മൃതദേഹ അവശിഷ്ടം, ഒരു അസ്ഥികൂടം കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെയായിരിക്കും തുടർ പരിശോധനകൾ? അത് പുരുഷൻ്റെതാണെന്ന പ്രാഥമിക നിഗമനമാണ്. ഇത് കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശോധനകൾ എങ്ങനെയാണ് ഇപ്പോൾ നീങ്ങുന്നത്, അഭിലാഷ്? ടോം, നേരത്തെ KV ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂസ് 18 ഏറ്റവും എക്സ്ക്ലൂസീവായ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ധർമ്മസ്ഥലയിൽ നിന്ന് KV ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളും പങ്കുവെക്കുമ്പോൾ നമുക്ക് പ്രേക്ഷകരോട് ആവർത്തിച്ച് പറയേണ്ടത് ഇത് ന്യൂസ് 18 എന്ന വാർത്താ സംഘം നടത്തിയിട്ടുള്ള ഒരു ഇടപെടലിൻ്റെ കൂടി ഫലം കാണുന്നു എന്നുള്ളതാണ്. അതായത് ധർമ്മസ്ഥലയിൽ ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തൽ നടത്തിയതിന് ശേഷവും നമ്മുടെ ഭരണകൂടങ്ങളുടെയും അതോടൊപ്പം തന്നെ നിയമ സംവിധാനത്തിൻ്റെയും ഒക്കെ മെല്ലെപ്പോക്കാണ് ഉണ്ടായത്. അവിടെയായിരുന്നു ന്യൂസ് 18 കേരളം കൃത്യമായ ഒരു ഇടപെടൽ നടത്തുകയും തുടർച്ചയായി വാർത്തകൾ പ്രേക്ഷകരിലേക്ക് അടക്കം എത്തിക്കുകയും ചെയ്തത്. അവിടെ നിന്ന് എടുത്തു പറയേണ്ടത്, ഇപ്പോൾ ടോം നമ്മൾ പങ്കുവെക്കുന്ന ദൃശ്യങ്ങൾ എന്നതുപോലും ഇന്ന് രാവിലെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ KV ബൈജു കൃത്യമായി ഓർമ്മപ്പെടുത്തിയതാണ്. അതായത് അതീവ രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെയാണ് അവിടെ പരിശോധന നടത്തുന്നത്. അതൊരു പക്ഷേ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും അതോടൊപ്പം തന്നെ SIT സംഘത്തെ സംബന്ധിച്ചിടത്തോളം വിവരങ്ങൾ ശേഖരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ന്യൂസ് 18 പിന്നാലെ മറ്റു മാധ്യമങ്ങൾ കൂടി ഈ വാർത്ത ഏറ്റെടുത്തതോടുകൂടി ദേശീയ തലത്തിലടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നതും എല്ലാം നിർത്തലാക്കിയ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെയാണ് ന്യൂസ് 18 ഈ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയും വിവരങ്ങൾ KV ബൈജു നൽകിക്കൊണ്ടിരിക്കുന്നത്. അക്കാര്യം ബൈജു നേരത്തെ തന്നെ സൂചിപ്പിച്ചു. അതായത് ഇപ്പോൾ ഈ പരിശോധന നടത്തുന്ന ഇടത്തേക്ക് വാർത്താ സംഘത്തിനോ അല്ലെങ്കിൽ ക്യാമറാമാനോ ഒന്നും കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അതാണ് നമ്മൾ ദൂര സ്ഥലത്ത് നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ കൃത്യമായി പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ പരിശോധന ഇപ്പോൾ നടന്നിട്ടുള്ള 6, അതായത് ബൈജു റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ 13 സ്ഥലങ്ങൾ ആണ് ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് സ്പോട്ട് ചെയ്തിട്ടുള്ളത്. ഈ 13 ഇടങ്ങളിലായി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നതായിരുന്നു വെളിപ്പെടുത്തൽ. അതിൽ 6ാമത്തെ സ്പോട്ടിൽ നിന്നാണ് ഇത്തരത്തിലുള്ള നിർണായകമായ വിവരങ്ങൾ ലഭിക്കുന്നത്, നിർണായകമായ കണ്ടെത്തലിലേക്ക് എത്തിയിട്ടുള്ളത്. അവിടെ നിന്നാണ് ഈ അസ്ഥികൂടത്തിന്റെ ഭാഗം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ആ ദൃശ്യങ്ങളാണ്, അതായത് അസ്ഥികൂടം കുഴിച്ചെടുക്കുകയും അത് ശേഖരിക്കുകയും പിന്നീട് അത് പ്രത്യേക കവറിലാക്കി മാറ്റുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് നമ്മൾ പ്രേക്ഷകരുമായി ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങേയറ്റം നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ ഈ വാർത്ത നൽകി തുടങ്ങുമ്പോൾ മുതൽ ന്യൂസ് 18-നും KV ബൈജുവിനും ഒക്കെ വലിയ തോതിലുള്ള ഭീഷണികൾ നേരിട്ടിരുന്നു. ആ ഭീഷണിയെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വാർത്തയുമായി മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ SIT സംഘത്തിന് കൃത്യമായി ഇടപെടേണ്ടി വന്നതും അങ്ങനെ പരിശോധന നടത്തുകയും ചെയ്യേണ്ടി വന്നത്. ഇനി അറിയേണ്ടത് ഇത് ആരുടെ അസ്ഥികൂടം ആണ് എന്നുള്ളതാണ്. അതിൽ തന്നെ ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ, അത് സൂചനകൾ മാത്രമാണ്, നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. തലയറ്റ തരത്തിൽ ഉള്ള ഒരു അസ്ഥികൂടമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അത് പുരുഷന്റെ അസ്ഥികൂടം എന്ന പ്രാഥമികമായ നിഗമനം മാത്രമാണുള്ളത്. പക്ഷേ ഫോറൻസിക് പരിശോധനയിലൂടെ മാത്രമാണ് ഈ അസ്ഥികൂടം സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ എന്നത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഏകദേശ പ്രായം കൂടി അനുമാനിക്കാൻ സാധിക്കും. മൃതദേഹത്തിന് എത്രത്തോളം കാലപ്പഴക്കമുണ്ട് എന്നിവയും അനുമാനിക്കാൻ സാധിക്കും. അവിടെയാണ് ടോം ചോദിച്ച ചോദ്യം പ്രസക്തമാകുന്നത്. ഇനി എങ്ങനെയാണ് ഇത് ആരുടേത് എന്ന കണ്ടെത്തലിലേക്ക് പോവുക എന്നുള്ളത്. അതിനാണ് ഇത്തരം ശാസ്ത്രീയമായ പരിശോധനകൾ നിർണായകമാകുന്നത്. അതുമാത്രവുമല്ല ടോം, എടുത്തു പറയേണ്ടത് ഇപ്പോൾ, അതായത് ഈ മേഖലയിൽ നിന്ന്, ധർമ്മസ്ഥലയിലെ ഈ ദുരൂഹമായ മേഖലയിൽ നിന്ന് കാണാതായിട്ടുള്ളവരുടെ പട്ടിക ഉൾപ്പെടെ ശേഖരിച്ചു വരികയാണ് SIT സംഘം. അതിനുവേണ്ടി പ്രത്യേകമായ സെൽ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സംശയമുള്ള ആളുകൾക്ക് ഈ സെല്ലുമായി ബന്ധപ്പെടാം.
അതിനുവേണ്ടിയുള്ള കേന്ദ്രങ്ങൾ അവർ തുറന്നു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം അനന്യ ഭട്ടിൻ്റെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവർ എന്താണ് തങ്ങളുടെ കുട്ടിക്ക് സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട സംശയം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ സൗജന്യ എന്ന പെൺകുട്ടിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് പറയുന്നു. ഇങ്ങനെ ഒരു പക്ഷേ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായിട്ടുള്ളവരുടെ പട്ടിക ശേഖരിച്ചിട്ടുണ്ട്. ആ പട്ടികയിൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ കാണാതായവർ ആരൊക്കെ എന്ന് ഈ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ആ പട്ടികയിൽ ഉള്ളവരുടെ ബന്ധുക്കളുടെ DNA പരിശോധിക്കേണ്ടതായി വരും. അങ്ങനെ പരിശോധിക്കുമ്പോൾ മാത്രമാണ് ഇത് ആരുടെ DNA-യുമായി മാച്ച് ചെയ്യുന്നു, ഏത് കാലഘട്ടത്തിൽ മിസ്സായ ആളുമായി മാച്ച് ചെയ്യുന്നു എന്നതിലേക്ക് അന്വേഷണ സംഘം എത്തുക. അതുകൊണ്ട് തന്നെ അത് കണ്ടെത്താൻ തന്നെ പറ്റും എന്ന തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഈ സമരസമിതി അല്ലെങ്കിൽ ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെ ഉള്ളവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ സത്യമേവ ജയതേ എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഏതാണ്ട് 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ ഈ പ്രദേശത്ത് ദുരൂഹമായ സാഹചര്യത്തിൽ ആളുകളെ കാണാതാവുകയോ അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിൽ നിന്ന് മൃതദേഹങ്ങൾ ലഭിക്കുകയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള മൃതദേഹത്തിന്റെ കാലപ്പഴക്കം എന്നത് ഏകദേശം കണക്കാക്കാൻ ഫോറൻസിക് സംഘത്തിന് കൃത്യമായി സാധിക്കും. ഏത് പ്രായത്തിൽ ഉള്ള ആളുടെ മൃതശരീരം എന്നും കണക്കാക്കാൻ സാധിക്കും. അത് പ്രകാരം ഏത് പ്രായത്തിലുള്ള ആളുകളാണ് ഓരോ കാലഘട്ടത്തിൽ മിസ്സായിട്ടുള്ളത് ആ കാലപ്പഴക്കമൊക്കെ നിശ്ചയിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഒരു പക്ഷേ ഈ ആരുടെ മൃതദേഹം എന്നതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. എന്തായാലും വളരെ നിർണായകമായ തെളിവുകളിലേക്ക്, അതായത് ഇതുവരെയും ഇതിൽ എടുത്തു പറയേണ്ടത് ഈ സാക്ഷി അല്ലെങ്കിൽ ശുചീകരണ തൊഴിലാളി ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോഴും ആ വെളിപ്പെടുത്തലിനെ ശരിവെക്കുന്ന തരത്തിൽ ഉള്ള കണ്ടെത്തലുകളിലേക്ക് പോകാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നില്ല. മാത്രവുമല്ല ഇത് ആസൂത്രിതമായ ഗൂഢാലോചനയാണ്, മാധ്യമങ്ങളടക്കം ഈ വാർത്തയെ പെരുപ്പിച്ചു കാണിക്കുകയാണ് എന്ന തരത്തിൽ ചില കേന്ദ്രങ്ങളിൽ നിന്നെങ്കിലും വിമർശനങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അത് എല്ലാം അസ്തമിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത്തരം വിമർശനങ്ങൾക്കൊന്നും ഇടമില്ല. അതായത് എവിടെയാണോ ശുചീകരണ തൊഴിലാളി കാണിച്ചു നൽകിയിട്ടുള്ള സ്പോട്ടുകൾ ആ സ്പോട്ടിൽ ന്യൂസ് 18 ആദ്യം ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നു, പിന്നീട് മറ്റു മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കുന്നു. ആദ്യഘട്ടത്തിൽ കർണാടകയിലെ മാധ്യമങ്ങൾ പോലും തൊടാൻ ഭയന്ന ഒരു കേസ്, കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു മേഖല, ഒരു ക്ഷേത്രത്തിനോട് ചേർന്ന പ്രദേശം. പിന്നീട് KV ബൈജു ഉൾപ്പെടെയുള്ള KP അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ KV ബൈജു ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഭീഷണി ഉണ്ടാകുന്നു, വക്കീൽ നോട്ടീസ് അയക്കുന്നു. അങ്ങനെ കേസ്, ഈ വാർത്ത പോലും ഇല്ലാതാക്കാനുള്ള ശ്രമം നടന്നതാണ്. KV ബൈജുവിലേക്ക്. ബൈജു, ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെ ഈ സ്പോട്ട് ലൈവിൽ ഞാൻ ബൈജുവിനോട് ചോദിച്ചു ചോദ്യമുണ്ട്. കാരണം കഴിഞ്ഞ 2 ദിവസമായും പരിശോധിച്ചിട്ടും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇയാൾ വല്ല മാനസിക വിഭ്രാന്തി കാരണം പറഞ്ഞ ഒരു കഥ ഒരു നുണക്കഥയായിരിക്കുമോ എന്ന് പോലും സംശയം തോന്നി. കാരണം സ്വാഭാവികമായും നമ്മൾക്ക് മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും ഒരുപക്ഷെ അങ്ങനെ സംശയിച്ചിരിക്കണം. പക്ഷേ 3-ാം ദിവസത്തെ 6-ാം പോയിന്റിലെ പരിശോധനയിൽ കടന്നപ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ